الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تأيسوا من روح الله إنه لا يأس من روح الله إلا القوم الكافرين صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖീങ്ങളായി തീരാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൻ്റെ അവകാശികളായ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സംതൃപ്തിയിൽ നിന്നും ദൃഢവിശ്വാസത്തിൽ നിന്നും സന്തോഷവും ആശ്വാസവും ഉണ്ടാകുന്നു എന്ന് പ്രവാചക വചനം ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കി. ദൃഢവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും സന്തോഷമുള്ളവനും നിരാശക്ക് അടിപ്പെടാത്തവനുമാണ്. ഒരിക്കലും തന്നെ അവൻ്റെ ജീവിതത്തെ ദുഃഖത്തിൽ തളച്ചിടുകയോ അതല്ലെങ്കിൽ സന്തോഷത്തിൽ തളച്ചിടുകയോ ചെയ്യുന്നതല്ല. പകരം ദുഃഖവും നിരാശയും ഒരു മനുഷ്യൻ എന്ന നിലക്ക് വിശ്വാസി അനുഭവിക്കുമ്പോൾ വിശ്വാസം കൊണ്ട്, ദൃഢവിശ്വാസം കൊണ്ട് അവനതിനെ മറികടക്കാൻ സാധിക്കുമെന്നും സന്തോഷത്തിൻ്റെ നല്ല നല്ല സന്ദർഭങ്ങൾ തുടർച്ചയായി അവന് വന്നു കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറക്കാതെ ആ സന്തോഷത്തെ നിയന്ത്രിച്ചുകൊണ്ട് സന്തോഷത്തെ നിലനിർത്താൻ സാധിക്കുന്നവനുമാണ് വിശ്വാസി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. ഒരിക്കലും തന്നെ ഒരു ഭൗതികവാദിക്ക് സാധ്യമല്ലാത്ത ഇഹലോക ശാന്തിയും സമാധാനവുമാണ് ഒരു സത്യവിശ്വാസി നേടിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത് വിശ്വാസിയുടെ മാത്രം പ്രത്യേകതയാണ്, അവിശ്വാസിക്ക് ഒരിക്കലും ഇത് സാധ്യമല്ല എന്നും നമ്മൾ സൂചിപ്പിച്ചു. ഇതേപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രതീക്ഷാപൂർവം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. റജ ഉണ്ടാവുക, ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുക. ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നു, ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണതയോടുകൂടി സാധിക്കുന്നത് വിശ്വാസിക്ക് മാത്രമാണ്. പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്, ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷ നമുക്കുള്ളത് കൊണ്ടാണ്
നമുക്ക് ഇന്നത്തെ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകത ഉണ്ടാകുന്നത്, നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ അലസന്മാരും മടിയന്മാരും ആകാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രാത്രി അവസാനിക്കുമ്പോൾ എനിക്ക് ചിലത് നേടാൻ സാധിക്കും, ഒരു മാസം പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് ചിലത് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു കാലയളവിൽ ഞാൻ ഇങ്ങനെ പരിശ്രമിച്ചാൽ, ഇങ്ങനെ അധ്വാനിച്ചാൽ എനിക്ക് ചിലത് നേടാൻ സാധിക്കും എന്ന ബോധമാണ്, പ്രതീക്ഷയാണ് എല്ലാ മനുഷ്യരുടെയും ഇഹലോക ജീവിതത്തെ ധന്യമാക്കുന്നത്, ക്രിയാത്മകമാക്കുന്നത്, അത് സജീവമാക്കുന്നത്. പ്രതീക്ഷകളില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമൂഹത്തിൽ ഒന്നും നിർവഹിക്കാതെ നിരാശരായി, സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായി, സമൂഹത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഒരു പങ്കാളിത്തവും വഹിക്കാൻ കഴിയാത്തവരായി കഴിഞ്ഞുകൂടുന്നത്. തങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് തീർത്തും നിരാശരായ ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ വിശ്വാസികളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നിടത്തൊക്കെ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ്, ശുഭാപ്തി വിശ്വാസക്കാരാണ്. ഇഹലോകത്തെക്കുറിച്ച് അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ആഖിറത്തിനെ കുറിച്ചും അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇഹലോകത്ത് അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷാപൂർവം ഓരോ ദിനരാത്രങ്ങളും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് പ്രതീക്ഷകളുണ്ട്. അവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തി തിരുത്തിയും ഖേദിച്ചും പശ്ചാത്തപിച്ചും പ്രതീക്ഷാപൂർവം തന്നെ പരലോകത്തേക്ക് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസി ഇഹലോകത്തും പരലോകത്തെക്കുറിച്ചും പ്രതീക്ഷയുള്ളവനായതുകൊണ്ട് അവൻ ശാന്തനാണ്, സമാധാനപ്രിയനാണ്, അവന് സന്തോഷമുണ്ട്, ജീവിതത്തിൽ ആനന്ദമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേ സന്ദർഭത്തിൽ അവിശ്വാസിയുടെ ഒരു പ്രത്യേകതയാണ് നിരാശ എന്ന് പറയുന്നത്. ഭൗതികമായ അവന്റെ വിലയിരുത്തലുകളിൽ പ്രതിഫലങ്ങൾ കാണാൻ അവന് സാധിക്കാതെ വരുമ്പോൾ, ഭൗതികമായ അവരുടെ കണക്കുകൂട്ടലുകളിൽ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടാത്തപ്പോഴൊക്കെയും അവർ നിരാശരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഫലം അവരുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഒന്നും ഏൽപ്പിക്കാനില്ല, ഒരു നാളെയെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷിക്കുവാനില്ല, ഒരു പരലോകത്തെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷിക്കാനില്ല, അത് വരമേൽപ്പിക്കുവാൻ അവർക്ക് ഒരു അള്ളാഹു ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ പ്രതിഫലങ്ങൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ, മുന്നോട്ട് പോകാൻ സാധിക്കൂ, അല്ലെങ്കിൽ അവർ നിരാശരായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. ലാ യഅ്സു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിരീൻ. നിഷേധികൾക്ക് മാത്രമേ, വിശ്വാസമില്ലാത്തവർക്ക് മാത്രമേ, അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ കഴിയാത്ത നിഷേധികൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശരാവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസികൾക്ക് ഒരിക്കലും തന്നെ നിരാശയുണ്ടാവുകയില്ല. ഇവർ മാത്രമാണ് നിരാശരാകുന്നത്. അതേപോലെ തന്നെ സൂചിപ്പിച്ചു ഖുർആൻ, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാല്ലൂൻ. വഴിതെറ്റിയവർ അല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശരാവുക? വഴിതെറ്റിയവർ മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശരാവുകയുള്ളൂ. വഴിതെറ്റാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ആഖിറത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ ബരമേൽപ്പിക്കാൻ മാത്രം ദൃഢവിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അവർ നിരാശരാവുകയില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, ജീവിതത്തെക്കുറിച്ചുള്ള, ജനങ്ങളെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൃഢവിശ്വാസി അല്ലാത്ത ദുർബല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സംശയം വിശ്വാസത്തിൽ വെച്ചു പുലർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ അവനൊന്നും കാണാൻ സാധിക്കുകയില്ല. പ്രപഞ്ചത്തെ കാണാൻ സാധിക്കുകയില്ല, ജീവിതത്തെ കാണാൻ സാധിക്കുകയില്ല, ജനങ്ങളെ കാണാൻ സാധിക്കുകയില്ല. അവന്റെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും അവന് സന്തോഷം ലഭിക്കുകയില്ല. ഇതായിരിക്കും അവിശ്വാസിയുടെ അവസ്ഥ എന്ന് ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയത്തെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷ അവനുണ്ട്. അശുഭ ചിന്തകളോ അതേപോലെ തന്നെ ജീവിതത്തിൽ മടുപ്പോ ആശങ്കകളോ നിരാശയോ ഒരു വിശ്വാസിയെ ഒരിക്കലും പിടികൂടുകയില്ല. എപ്പോഴെങ്കിലും പിടികൂടുന്നുവെങ്കിൽ അതിനെ അവൻ തിരിച്ചറിയുകയും മറികടക്കുകയും വിശ്വാസം കൊണ്ട് മറികടക്കുകയും എത്രയും പെട്ടെന്ന് അള്ളാഹുലേക്ക് അവൻ തിരിയുകയും ചെയ്യും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
എപ്പോഴും അവന് അള്ളാഹു ഉണ്ട് എന്നത് അവനൊരു വല്ലാത്ത ഒരു സഹായമാണ്. ഒറ്റപ്പെടുന്നില്ല. ഒരു വിശ്വാസി ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആൾക്കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ചിരിക്കാനും കളിക്കാനും തമാശ പറയാനും നമ്മുടെ ജീവിതത്തിൽ പങ്കാളിത്തം വഹിക്കാനും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആധുനിക മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും സമൂഹത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടുകുടുംബ സംവിധാനത്തിലാണെങ്കിലും അവൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രയോഗത്തിൽ തന്നെ മനുഷ്യൻ ഒറ്റപ്പെടാൻ ശ്രമിക്കുകയും ഒറ്റപ്പെടുകയും അതൊരു അസ്വസ്ഥതയും അത് മാനസിക വിഭ്രാന്തിയും ഒക്കെയായി, അത് മാനസിക രോഗമായി, നിരാശയായി, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെറ്റായ ജീവിതത്തിൽ തന്നെ മടുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റപ്പെടുമ്പോഴും അവൻ ഒറ്റയ്ക്കാണ് എന്ന് അവൻ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒറ്റപ്പെടുമ്പോഴും അവൻ ഒറ്റയ്ക്കല്ല. കാരണം എന്താണ്? എന്റെ കൂടെ അള്ളാഹു ഉണ്ട്. അള്ളാഹു ഉണ്ട്. എന്നെ അള്ളാഹു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം എനിക്കുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം എനിക്കുണ്ട്. ഈ ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ മുന്നോട്ട് നയിക്കുന്നത്, അവന് സന്തോഷം നൽകുന്നത്, അവന് ആശ്വാസം പകരുന്നത് എന്ന് നമുക്ക് കാണാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ തന്നെ ആത്മപരിശോധന നടത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ തന്നെ നമ്മൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ നിർണായകമായ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴൊക്കെ വന്നു നിൽക്കുന്നുവോ അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയുമോ എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് സമാധാനം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൗതികമായ കണക്കൂട്ടലുകൾക്ക് അപ്പുറം അള്ളാഹു നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നമ്മളെ സഹായിക്കുമ്പോൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ മറന്നു കളയുകയാണ്. മറന്നു കളയുന്നത് വിശ്വാസിയുടെ ലക്ഷണമല്ല. അള്ളാഹു അനുഗ്രഹിക്കുമ്പോൾ, അള്ളാഹുവിന് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു, കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് ശുക്റുള്ളവരായി മാറുക. ഇതാണ് വിശ്വാസികളുടെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നതിന് അള്ളാഹുവിന്റെ അടിയാറുകളോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്റെ ദാസൻ എന്നെ സ്മരിക്കുമ്പോൾ, അള്ളാഹുവിനെ നമ്മൾ ഓരോരുത്തരും ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അള്ളാഹു പറയുകയാണ്, എന്റെ ദാസൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഖുദ്സിയായ ഒരു ഹദീസിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകും. അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകും. എന്റെ ദാസൻ എന്നോടൊരു ചാൺ അടുക്കുമ്പോൾ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. അവൻ എന്നിലേക്ക് ഒരു മുഴം അടുക്കുമ്പോൾ ഞാൻ അവനിലേക്ക് ഒരു കൈ അടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോ ഞാൻ അവനിൽ ഓടിച്ചെല്ലും. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. അതായത് നമുക്ക് നമ്മുടെ ഉമ്മയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കേണ്ടുന്ന നമ്മളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളെ സ്നേഹിക്കുന്നത് അതിലേറെയാണ് നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനോട് എത്ര അടുക്കുന്നു അത്രമാത്രമല്ല അള്ളാഹു അടുക്കുന്നത്. നമ്മൾ അള്ളാഹുലേക്ക് ഒരു ചാണെടുക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴം, നമ്മളിലേക്ക് ഒരു കൈ, നമ്മൾ അള്ളാഹുലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഓടി വരികയാണ്. നടന്നു വരുന്ന പിഞ്ചോമനയുടെ അടുത്തേക്ക് ഉമ്മ വളരെ സന്തോഷത്തോടുകൂടി, ആ മാതൃത്വത്തോടുകൂടി കുട്ടിയെ വാരി പുണരാൻ വേണ്ടി സ്വന്തം കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്ന് കുട്ടിയെ വാരിയെടുക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിയാറുകളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, എന്റെ അടിയാറുകൾ എത്ര നന്മകൾ ചെയ്യുന്നുവോ അതിന്റെ ഇരട്ടിയാണ് നാം അവർക്ക് പ്രതിഫലം നൽകുന്നത്. എന്നാൽ എന്റെ അടിയാറുകൾ അവർ എത്ര തിന്മ ചെയ്യുന്നുവോ ഇരട്ടി ശിക്ഷയില്ല. എത്രയാണോ തിന്മ ചെയ്തത് അത്ര മാത്രമാണ് അവരെ ശിക്ഷിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് അള്ളാഹു, കാരുണ്യവാനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് എങ്ങനെ നിരാശപ്പെടാൻ സാധിക്കും? എങ്ങനെ അവർ സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടും? എങ്ങനെ അവർ ഒറ്റക്കാവുമ്പോഴും അവർ എങ്ങനെ ഒറ്റപ്പെടുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നാണ്. എന്നോടൊപ്പം അള്ളാഹു ഉണ്ട്, ഞാൻ അവരോടൊപ്പം ഉണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ സമാധാനത്തിന്റെ, നമ്മുടെ സന്തോഷത്തിന്റെ,
നമ്മുടെ ആനന്ദത്തിന്റെ, ഒറ്റപ്പെടാതിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് എന്നുള്ള ഒരു ഓർമ്മയാണ്. ഈ ഒരു ഓർമ്മ നമുക്കുണ്ടോ എങ്കിൽ തീർച്ചയായും അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം പദാർത്ഥ പ്രപഞ്ചത്തിന് അതീതമായ, അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കാത്ത, കേവലം ഒരു ഭൗതികതയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാത്ത ആ പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക് ഊർന്നിറങ്ങാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ഒരിക്കലും തന്നെ ഈ ഭൗതിക ലോകത്ത് വട്ടം കറങ്ങുകയില്ല, വട്ടം കറങ്ങി അവിടെ അവസാനിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ അറിവുകൾ, ഭൗതികമായ അറിവുകൾ ഈ ഭൗതികമായ പ്രപഞ്ചത്തിന്റെ ചില അടയാളങ്ങളിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. പകരം ഈ അടയാളങ്ങളുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങി ചെല്ലുന്നില്ല. എന്തുകൊണ്ട് ഇതിങ്ങനെ, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ എന്ത് എന്ന അന്വേഷണത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഒരു വിശ്വാസിയുടെ അറിവെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് അതീതമായിട്ട് പോവുകയാണ്, അതിന്റെ പിന്നിലേക്ക് പോവുകയാണ്, അതിന്റെ സൃഷ്ടാവിലേക്ക് പോവുകയാണ്, അപ്പോൾ ഭൗതികതയ്ക്കും അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ അറിവും നമ്മുടെ അന്വേഷണവും നമ്മുടെ വിജ്ഞാനവും ഇറങ്ങിച്ചെല്ലുകയാണ്. അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് എത്തിച്ചേരുകയാണ്, നമ്മൾ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളിലേക്കും അതിന്റെ ഭദ്രമായ യുക്തിയിലേക്കുമൊക്കെ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ വന്നുപെടുന്ന എല്ലാ ഭൗതികമായ പ്രതിസന്ധികളെയും മറികടക്കാനും നമ്മളെ മറികടത്താനും അതിൽ നിന്ന് കൈപിടിച്ചുയർത്തി നമ്മളെ രക്ഷിക്കുവാനുമൊക്കെ കഴിവും യോഗ്യതയുമുള്ള, ഹിക്മത്തുള്ള, അറിവുള്ള, സർവജ്ഞനായ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരു അള്ളാഹു എന്നോടൊപ്പം ഉണ്ട് എന്നൊരു ബോധ്യമാണത്. ദുരിതങ്ങളിൽ ആശ്വാസമാണ് എനിക്ക് അള്ളാഹു, ദുരിതങ്ങളിൽ എനിക്ക് ആശ്വാസമാണ്. ഒരു വിശ്വാസിക്ക് ദുരിതങ്ങളിൽ ആശ്വാസമാണ് അള്ളാഹു. ഏകാന്തതയിൽ ഒറ്റപ്പെടുന്നില്ല വിശ്വാസി, അവന് കൂട്ടുകാരനാണ് അള്ളാഹു. അതേപോലെ തന്നെ ക്ഷേമത്തിൽ, ക്ഷാമ സന്ദർഭങ്ങളിൽ ക്ഷേമമാണ് അള്ളാഹു. നമ്മൾ ക്ഷാമത്തിലാകപ്പെടുമ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കുകയാണ്, അള്ളാഹു നമുക്ക് നൽകുകയാണ്. അങ്ങനെ നമുക്ക് ക്ഷാമം എപ്പോഴൊക്കെ ഉണ്ടോ അവിടെ ക്ഷേമമായിട്ട് അള്ളാഹു ഉണ്ടാകുന്നു. ഇങ്ങനെ അള്ളാഹു ഒരു കൂട്ടുകാരനായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവുകയാണ്. അള്ളാഹു ഒരു കൂട്ടുകാരനായി എന്നോടൊപ്പം ഉണ്ടോ, അത്രമാത്രം എന്റെ വിശ്വാസം ദൃഢമായിട്ടുണ്ടോ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാൻ പതറിപ്പോകുമോ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുവാൻ എനിക്ക് കഴിയുമോ, അനുകൂല സാഹചര്യങ്ങളിൽ ഞാൻ അള്ളാഹുവിനെ മറന്നുപോകുമോ, അവന് ശുക്ർ ചെയ്യാൻ സാധിക്കാതെ നഷ്ടപ്പെട്ടവനായി ഞാൻ മാറുമോ? നമ്മൾ ആത്മപരിശോധന നടത്തിക്കൊണ്ടേ ഇരിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. നമുക്ക് സമാധാനിക്കാൻ കഴിയുമോ? അള്ളാഹു എന്നോടൊപ്പമുണ്ടോ? നമ്മുടെ നിലപാടെന്ന് പറയുന്നത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അള്ളാഹു എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല എനിക്ക് സന്മാർഗം നൽകിയിരിക്കുന്നു. ഫഹുവ യഹ്ദീൻ, എനിക്ക് സന്മാർഗം നൽകിയിരിക്കുന്നു. വല്ലദീ ഹുവ യുത്ഇമുനി, അവൻ എനിക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു, എന്നെ ഭക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വയസ്കിനി, എന്നെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആവശ്യമായ വെള്ളം നൽകുന്നു, എനിക്ക് ആവശ്യമായ ഭക്ഷണം അല്ലാഹു നൽകുന്നു. ഇദാ മരിൽതു, ഇനി ഞാൻ രോഗിയായാലോ ഫഹുവ യശ്ഫീൻ, എനിക്ക് ആശ്വാസം നൽകുന്നു, രോഗശമനം നൽകുന്നു. ഇങ്ങനെ ഞാൻ രോഗിയാകുമ്പോൾ എനിക്ക് രോഗശമനം നൽകുന്ന ഒരു അല്ലാഹു, ഞാൻ വിശക്കുമ്പോൾ എനിക്ക് ആഹാരം നൽകുന്ന ഒരു അല്ലാഹു, ഞാൻ ദാഹിക്കുമ്പോൾ എനിക്ക് വെള്ളം നൽകുന്ന ഒരു അല്ലാഹു. ഇങ്ങനെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ അടിമയായ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ബോധം നമുക്കുണ്ടോ? തീർച്ചയായിട്ടും പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു എന്നോടൊപ്പമുണ്ട് എന്ന ബോധമുണ്ടോ? നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് ആനന്ദമുണ്ട്, നിരാശയുടെ പ്രശ്നമില്ല. നമ്മൾ കർമ്മനിരതരായിരിക്കും, നമ്മൾ പ്രതീക്ഷാപൂർവം ഈ ഭൗതിക ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കും, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കും, ദുനിയാവിലും പണിയെടുത്തുകൊണ്ടിരിക്കും, ആഖിറത്തിന് വേണ്ടിയും നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഊർജ്ജസ്വലതയുള്ള, അലസത ബാധിക്കാത്തൊരു സമൂഹമായിരിക്കും വിശ്വാസികളുടെ സമൂഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എപ്പോഴാണ്, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വിഷമം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ അസ്വസ്ഥപ്പെടുന്നത്? നമ്മളിൽ പാപങ്ങൾ സംഭവിക്കുമ്പോൾ, തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുമ്പോൾ. വിശ്വാസി എന്ന് പറഞ്ഞാൽ പാപങ്ങൾ സംഭവിക്കാത്തവൻ എന്നർത്ഥമില്ല, തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാത്തവൻ എന്നർത്ഥമില്ല. തെറ്റുകളിലും കുറ്റങ്ങളിലും പാപങ്ങളിലും അടിയുറച്ചു നിൽക്കാത്തവൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുക, അതിൽ നിന്ന് മാറാൻ തയ്യാറാവാതിരിക്കുക, അത് തുടർത്തിക്കൊണ്ടിരിക്കുക, അതിൽ ഖേദമില്ലാതിരിക്കുക, ഇതൊരിക്കലും വിശ്വാസിയുടെ സ്വഭാവമല്ല. വിശ്വാസി, അവന് പാപം സംഭവിക്കും, കുറ്റങ്ങൾ സംഭവിക്കും, തെറ്റൊക്കെ സംഭവിക്കും, പക്ഷേ അവൻ പശ്ചാത്തപിക്കും, അവൻ അതിൽ ഖേദിക്കും. അപ്പോൾ
തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് നിരാശയിലേക്ക് എടുത്തെറിയപ്പെട്ട് ഇനി എന്ത്, ഞാൻ വളരെ വൃത്തികെട്ടവനായി തീർന്നിരിക്കുന്നു, ഞാൻ വളരെ മോശപ്പെട്ടവനായി തീർന്നിരിക്കുന്നു എന്ന ഒരു ആകുലത വിശ്വാസിയെ പിടികൂടുമോ? അതും പിടികൂടുകയില്ല എന്നുള്ളത്, അതും പിടികൂടുകയില്ല. അതേ സന്ദർഭത്തിൽ സ്വന്തം തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധമുണ്ട്, ഖേദമുണ്ട്, പശ്ചാത്താപമുണ്ട്. പക്ഷേ ഈ കുറ്റബോധം എന്ന് പറയുന്നത് അവനെ നശിപ്പിച്ചു കളയുകയില്ല, അവനെ ഇല്ലാതാക്കുകയില്ല. പകരം അവനെ കരുത്തോടുകൂടി നിലനിർത്തുന്നു. എന്താണ് ആ കരുത്തോടുകൂടി നിലനിർത്തുന്നത്? എനിക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെന്നാൽ അള്ളാഹു എനിക്ക് പുറത്തു തരും, അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന ബോധം, കുറ്റബോധം കൊണ്ട് സ്വയം നശിപ്പിക്കുന്ന ആ അവസ്ഥ പോലും വിശ്വാസിക്കില്ല. വിശ്വാസി അള്ളാഹുലേക്ക് മടങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ്. അള്ളാഹുലേക്ക് മടങ്ങിച്ചെല്ലുന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ പിഞ്ചോമന പുത്രൻ വർഷങ്ങൾക്ക് ശേഷം തനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണ്? ഇതിലും വലിയ സന്തോഷമാണ് അള്ളാഹുവിന്റെ അടിയാറുകൾ അള്ളാഹുവിനെ മറന്ന് വഴിതെറ്റി സഞ്ചരിച്ചതിന് ശേഷം അവർ പശ്ചാത്താപത്തോടുകൂടി അള്ളാഹുലേക്ക് മടങ്ങി വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വാരി പുണരുകയാണ്. കാരണം എന്താണ്? എന്റെ അടിയാറുകൾ എന്നിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു, അവർ പശ്ചാത്തപിച്ചു വന്നിരിക്കുന്നു, അവരെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ നിലപാട്. ഖുർആൻ അത് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് വിശ്വാസി സാധാരണ ഖേദിക്കുന്ന അവസ്ഥയിൽ ആ ഖേദം പോലും അവനെ നശിപ്പിച്ചു കളയുന്നില്ല. അതിനു മുമ്പ് അവന് സമാധാനിക്കാൻ കഴിയുന്നു. കാരണം എന്റെ പാപങ്ങൾ ഇറക്കി വെക്കാൻ, എന്റെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ എനിക്കൊരു അള്ളാഹു ഉണ്ട്, അള്ളാഹു ഉണ്ട് എന്ന ബോധം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ, അവരോട് പറഞ്ഞേക്കുക, എന്റെ അടിയാറുകൾ എങ്ങനെ സ്വന്തത്തോട് അതിക്രമം കാണിച്ച തെറ്റ് ചെയ്ത ആളുകൾ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് കുറ്റബോധം കൊണ്ട് സ്വയം നശിപ്പിക്കുന്ന അവസ്ഥയും വിശ്വാസിക്കില്ല. ആ കുറ്റബോധം അവനെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നു, അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, പുറത്തു തരും. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നു. അവിടെയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന് സമാധാനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അസത്യം ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥപ്പെടും ഒരു വിശ്വാസി. ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന, ദീനിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ അഭിവൃദ്ധിയും അതിന്റെ ഇഖാമത്തും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അസത്യം ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ്. അസത്യത്തിന് ജനങ്ങൾ പിന്തുണകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷപാതിത്വത്തിന്റെ പേരിൽ അസത്യം വിജയിക്കുകയാണ്. സത്യം പ്രബോധനം ചെയ്യുന്നവർ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ വരെ അസത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സംഘടനാ പക്ഷപാതിത്വങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു പക്ഷപാതിത്വങ്ങൾ കൊണ്ടോ അസത്യത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസികൾ വെപ്രാളപ്പെട്ടു പോകും. ഇങ്ങനെയാണല്ലോ ഈ ലോകം, അസത്യമാണല്ലോ വിജയിക്കുന്നത്, അസത്യമാണല്ലോ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും തന്നെ അവൻ ദുഃഖിതനാവുകയില്ല. അസത്യം വിജയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൽ അവർ ദുഃഖമുണ്ടെങ്കിലും അവൻ നല്ല ഉറപ്പുണ്ട്, ഈ അസത്യം ഒരു നാൾ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും. പ്രവാചകന്മാരുടെ ചരിത്രം അങ്ങനെയാണ്. പ്രവാചകന്മാരൊക്കെ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒരുപാട് പണിയെടുത്തിട്ട്, രാവിലെയും പകലും രാത്രിയും പണിയെടുത്തിട്ടും കൂടെ നിൽക്കുന്നവർ വരെ അള്ളാഹുൽ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ ദീനീ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാതെ, സന്മാർഗത്തിലേക്ക് കടന്നു വരാതെ തങ്ങളെ പുറത്താക്കാനും തങ്ങളെ ആട്ടിപ്പുറത്താക്കാനും ശല്യം ചെയ്ത് നശിപ്പിക്കുവാനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവർ ദുഃഖിതരാകുമ്പോൾ അവരോടും അള്ളാഹു പറയുന്നത്, അങ്ങനെ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. നിങ്ങൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടേണ്ടവരല്ല. സത്യം തന്നെയാണ് വിജയിക്കുക. ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിലി ഫയദ്മഹുഹു ഫഇദാ ഹുവ സാഹിഖുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നമ്മൾ പിടിക്കും അവരെ. തീർച്ചയായിട്ടും ഈ അസത്യത്തെ സത്യം കൊണ്ട് നമ്മൾ ഇടിച്ചു തകർക്കും, അതിന്റെ മൂക്ക് കുത്തി വീഴ്ത്തും, അതിന്റെ തല ഉടച്ചു കളയും. തീർച്ചയായിട്ടും അത് തകരുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്ന സന്ദർഭം നമുക്കറിയാം. പ്രവാചകനെ നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്, പ്രവാചകനെ നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. പ്രവാചകൻ അൽ അമീനാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ലായിരുന്നു. പ്രവാചകൻ വിശ്വസ്തനാണ്, പ്രവാചകൻ നല്ലവനാണ്, പ്രവാചകനോടൊപ്പം ഉള്ള ആളുകളും നല്ലവരാണ്, നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും ഒക്കെ നല്ലവരാണ്. പക്ഷേ ഈ ആദർശം ഇവിടെ ചെലവാക്കാൻ നോക്കണ്ട. ഇതായിരുന്നു മക്ക മുശ്രിക്കുകളുടെ നിലപാട്. അങ്ങനെ മക്ക മുശ്രിക്കുകൾ അതിക്രൂരമായിട്ട് പ്രവാചകനെയും അനുയായികളെയും പീഡിപ്പിച്ചു പറഞ്ഞയച്ചു. ഈ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂലിന് എന്താ അള്ളാഹ് പറഞ്ഞത്?
ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വിജയിച്ചു, അസത്യം പരാജയപ്പെട്ടു, അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ അസത്യം വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അസത്യത്തിന്റെ വക്താക്കൾ പ്രവാചകനെ കളിയാക്കി, ഇങ്ങനെ നിന്നെ ഞങ്ങൾ ആട്ടിപ്പുറത്താക്കുമ്പോൾ നീ പറയുന്നു സത്യം വിജയിക്കും. പക്ഷെ അതൊരു പ്രതീക്ഷയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാം, പ്രതീക്ഷ കൊടുക്കുകയാണ്, സത്യം വിജയിക്കും. സത്യം വിജയിക്കാനുള്ളതാണ്. ഒരു 8-9 വർഷം കാത്തു നിന്നപ്പോ സത്യം വിജയിച്ചു എല്ലായിടത്തും. അത് എത്രത്തോളം എന്ന് വെച്ചാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാത്രമല്ല, അത് അവസാനം അത് വലിയ സാമ്രാജ്യങ്ങളെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പേർഷ്യയിലേക്ക് പോകുന്നു, അത് റോമിലേക്ക് പോകുന്നു, അങ്ങനെ അതൊരു വലിയ ഒരു സാമ്രാജ്യമായി മാറുന്നു. 8-9 വർഷം കൊണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ വിശ്വാസി ശുഭപ്രതീക്ഷയോടുകൂടി ഒരു നല്ല നാളേക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഏത് സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കുന്നു. ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നിരാശപ്പെടുന്നവനല്ല സത്യവിശ്വാസി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ വാർദ്ധക്യത്തിലും തന്റെ ഒരു പിന്മുറക്കാരൻ, അത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി, അതിന്റെ പ്രവർത്തനത്തിൽ തനിക്കൊരു പിന്മുറക്കാരനെ കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തതി ഉണ്ടാകുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുന്ന സന്ദർഭത്തിൽ ഭൗതികമായ അവസ്ഥ വെച്ചുകൊണ്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ചോദിക്കുന്നു, വാർദ്ധക്യം ബാധിച്ച എനിക്ക് എങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാവുക? ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് എനിക്കൊരു സന്താനം ഉണ്ടാവുക എന്നത് ഒരു ചോദ്യമാണ്. നിലവിൽ നമുക്ക് ബോധ്യപ്പെടുന്ന, നമ്മൾ കാണുന്ന ഈ പരിസരത്തുള്ള നമ്മുടെ ഭൗതികമായ ഒരു വിജ്ഞാനത്തിന്റെ അകത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിനപ്പുറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു തീർച്ചയായിട്ടും സന്താനങ്ങൾ നൽകുന്നു. അപ്പോൾ അതിനപ്പുറത്തുള്ള ഒരു അറിവിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നു. നമ്മൾക്ക് അപ്രാപ്യം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു നിരീശ്വരവാദിക്കോ ഭൗതികവാദിക്കോ പ്രാപിക്കാൻ കഴിയാത്ത ഒരു അറിവിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിരാശപ്പെട്ടു നിൽക്കേണ്ട സന്ദർഭമാണ്. ഇനി ഒരു സന്താനം എനിക്ക് കിട്ടുകയില്ലല്ലോ. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചു, അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു, അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയുന്നു, തീർച്ചയായിട്ടും എന്റെ ഈ വാർദ്ധക്യത്തിൽ എനിക്കൊരു സന്തതി ഉണ്ടാകുമോ? ഉണ്ടാകും. അള്ളാഹു വിചാരിച്ചാൽ ഉണ്ടാകും. കാരണം എന്താണ്? ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ സൃഷ്ടിക്കാൻ സാധിച്ച അള്ളാഹുവിന് എനിക്കൊരു സന്താനത്തെ നൽകാൻ എന്താണ് ഇത്ര പ്രയാസം? ഒന്നുമല്ലാത്ത എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഒരു സന്താനത്തെ നൽകാൻ എന്താണ്? ഇവിടെയാണ് ചിന്തയും ആലോചനകളും. ഭൗതികമായ അള്ളാഹു നൽകിയ അടയാളങ്ങളിലൂടെ അള്ളാഹുലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകുന്നു. ആശുപത്രികളിൽ നിന്ന് എല്ലാവരും തള്ളിയ രോഗികൾ നമുക്കറിയാമല്ലോ. ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ എത്രയോ രോഗികൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ രോഗികൾ അവർ തള്ളി എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അവർ ആത്മവിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടുന്നവർ പിന്നെയും ഒരുപാട് കാലം ജീവിക്കുന്നു. അവർക്ക് മരണം വിധി എഴുതിയിരിക്കുന്നു ഭൗതിക ലോകം. പക്ഷേ അവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യവാന്മാർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. അവരോട് ഇവർ ഇന്ന സമയത്ത് മരിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഭൗതികമായ ചില അറിവ് വെച്ചുകൊണ്ട് ഇയാളുടെ രോഗത്തിന്റെ ഘടന മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇദ്ദേഹത്തിന് അധിക നാൾ ജീവിക്കാൻ സാധ്യമല്ല, ഒരു വർഷത്തിനുള്ളിലൊക്കെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഭൗതികമായ അറിവുകളിലൂടെ നമ്മൾ വിലയിരുത്തുന്നു. പക്ഷേ അദ്ദേഹം ഒരു 4-5 വർഷം അതേ കിടപ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നവർ മരിച്ചുകൊണ്ടിരിക്കുന്നു, ആരോഗ്യവാന്മാരായ ആളുകൾ. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ അറിവുകൾക്കും അപ്പുറം അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ ഉണ്ട്. ആ അള്ളാഹു തീരുമാനമെടുക്കാൻ കഴിയുന്ന അള്ളാഹു ഉണ്ട് എന്ന ബോധമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം നൽകുന്നത്, നമുക്ക് ആഹ്ലാദം നൽകുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ആ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ധാരാളം കാണാവുന്നതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് അലൈഹിസ്സലാമിനെ നഷ്ടപ്പെടുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു പുത്രനെ കൂടി നഷ്ടപ്പെട്ടു. രാജാവിന്റെ അളവ് പാത്രം മോഷണം പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പുത്രനെ കൂടി നഷ്ടപ്പെട്ടു. ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് എന്ന് വിചാരിച്ച മക്കൾ, പ്രത്യേകിച്ചും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചെന്നായ പിടിച്ച് കൊന്നു തിന്നു എന്നാണ് മറ്റുള്ളവർ യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ പ്രതീക്ഷിച്ചു. കാരണം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് സാധിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ മക്കളെ എന്റെ അടുത്ത് തീർച്ചയായിട്ടും തിരിച്ചേൽപ്പിച്ചേക്കാം എന്നാണ്. എന്റെ അടുത്ത് തിരിച്ചേൽപ്പിച്ചേക്കാം. ഫസ്വബ്റുൻ ജമീൽ, അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ക്ഷമിക്കുകയാണ്.
മനോഹരമായിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുകയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്. മനോഹരമായ ക്ഷമ, അങ്ങേയറ്റത്തെ ക്ഷമ. എന്താ കാരണം? യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടതിൽ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരൻ നഷ്ടപ്പെട്ടതിൽ, ഇനി അവർ തിരിച്ചു കിട്ടാത്ത ഭൗതികമായ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത മക്കളെക്കുറിച്ച് അങ്ങേയറ്റത്തെ ദുഃഖത്തിലും നിരാശയിലും ആണ്ടുപോയപ്പോ ഈ മറ്റു മക്കളിൽ നിന്ന് ചോദിച്ചു, കാലു തല്ലാഹി തബ്തഉ തദ്കറു യൂസുഫ ഹത്താ തകൂന ഹറലൻ ഔ തകൂന മിനൽ ഹാലികീൻ. യൂസുഫിനെ കുറിച്ച് ഓർത്തോർത്ത് താങ്കൾ വല്ലാതെ ക്ഷീണിച്ചു പോയി, താങ്കൾ രോഗിയായി പോയിരിക്കുന്നുവല്ലോ, താങ്കൾ തന്നെ നശിപ്പിച്ചു കളയുമോ എന്ന് തോന്നുമാറ് താങ്കൾ വല്ലാതെ മാനസികമായി തളർന്നു പോയിരിക്കുന്നുവല്ലോ എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, കാല ഇന്നമാ അഷ്കു ബത്തി വ ഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ സങ്കടങ്ങളും എന്റെ ദുഃഖങ്ങളും വ്യാകുലതകളും അള്ളാഹുൽ ഏൽപ്പിക്കുകയാണ്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് എനിക്കറിയാൻ സാധിക്കും എന്നായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞത്. ഫസബ്റുൻ ജമീൽ, എന്നിട്ട് മനോഹരമായിട്ട് ക്ഷമിച്ചു. അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ, അല്ലാഹു സുബ്ഹാനഹു തആല എന്റെ നഷ്ടപ്പെട്ടു പോയ മക്കളെ മുഴുവനും എന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം സമാധാനപ്പെടുകയാണ്. ആ മക്കൾ ചെന്നായ തിന്നു എന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം അടക്കം എന്റെ അടുത്ത് അള്ളാഹു കൊണ്ടുവരും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വ്യാകുലതകളും എന്റെ സങ്കടങ്ങളും അള്ളാഹുൽ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മറ്റു മക്കളോട് പറയുന്നു എന്ന് മാത്രമല്ല, എന്നിട്ട് പറയുന്നു, യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖി, യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനെയും പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുക, മക്കളെ നിങ്ങൾ പോയി അന്വേഷിക്കുക. അവർക്കൊരു കാര്യം കൂടി അവരെ ഓർമ്മിപ്പിക്കുന്നു, വലാ തയഅസു മിൻ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നഹു ലാ യഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിരീൻ, അങ്ങനെ നിരാശപ്പെടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല, പക്ഷേ അത് നിഷേധികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷാപൂർവം നിങ്ങൾ അവരെ പോയി തിരയുക, അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ പറഞ്ഞയക്കുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ചെയ്യുന്നത്. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാം റെഡ് സീയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നിൽ സൈന്യവും ഫറോവയുടെ സൈന്യവും മുമ്പിൽ റെഡ് സീയും എന്ത് ചെയ്യുമെന്ന് കൂടെയുള്ളവർ പറഞ്ഞു, ഇന്നാല മുദ്രക്കൂ, നമ്മൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പറയുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം എല്ലാ ആസൂത്രണങ്ങൾക്കും ശേഷം അവരോട് പറഞ്ഞു, ഇല്ല, അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട്. കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തരും. അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തു. ചെങ്കടൽ പിളർന്നിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത്. മൂസാ നബി അലൈഹി സ്വലാമിനെയും സംഘത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ഫറോവ റെഡ് സീയിൽ മുങ്ങിച്ചാവുകയാണ്. ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും സഹോദരനെയും യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ലഭിച്ചു, പിതാവിന് ലഭിച്ചു എന്ന ചരിത്രവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഭൗതിക ലോകത്ത് തന്നെ അതൊക്കെയും അവർ നേടിയെടുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ, തൗർ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ അവരുടെ കാൽപ്പാടങ്ങളാണ് കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിടിക്കപ്പെടാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമതൊരുത്തൻ അല്ലാഹു കൂടി നമ്മളോടൊപ്പം ഉണ്ട് അബൂബക്കറെ, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത്, അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട് എന്ന ബോധമാണ്. ശത്രുക്കൾ തിരിഞ്ഞു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുരക്ഷിതമായി ആ ഹിജ്റ പൂർത്തീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എന്നോടൊപ്പം അല്ലാഹു ഉണ്ട് എന്ന ബോധം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജീവിത സന്ദർഭങ്ങളിൽ ഒക്കെയും ആളുകൾക്ക് പ്രതീക്ഷയായിരുന്നു ഇട്ടുകൊടുത്തത്. എല്ലാം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ശത്രുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രതീക്ഷകൾ ഇട്ടുകൊടുക്കുകയാണ്. ഖബ്ബാബ് അറത്ത് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിൽ ചുട്ടുപഴുത്ത ലോഹത്തണ്ട് കൊണ്ട് അടിച്ച പാടുകളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് മുൻപിൽ വന്നു നിന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നോക്കൂ എന്റെ ശരീരം,
ഞങ്ങൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ധൃതി കാണിക്കരുത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ചരിത്രം പരിശോധിക്കണം, ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുപോയ ആളുകളുടെ ത്യാഗനിർഭരമായ അവരുടെ ശരീരം പിളർത്തപ്പെട്ടത്, അസ്ഥികളിൽ നിന്ന് മാംസം ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ട് വേർപ്പെടുത്തപ്പെട്ടത്, ആദർശത്തിന് വേണ്ടി അവർ സമർപ്പിച്ച അവരുടെ ജീവിതത്തിന്റെ ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ഏടുകൾ അവർക്ക് പറഞ്ഞു വരുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ധൃതിപ്പെടരുത്, സമാധാനിക്കണം എന്ന് പറഞ്ഞപ്പോ അവർക്കൊരു പ്രതീക്ഷ കൂടി ഇട്ടുകൊടുക്കുകയുണ്ടായി. അതായത് എന്താണ് ആ പ്രതീക്ഷ? ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൻആഉ മുതൽ ഹദറുൽ മൗത്ത് വരെ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരാട്ടിൻകുട്ടിക്ക് ചെന്നായെ മാത്രം ഭയപ്പെടേണ്ടി വരുന്ന, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മാത്രം പേടിക്കേണ്ടി വരുന്ന, അഥവാ ഇസ്ലാമിന്റെ ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന് ഇട്ടുകൊടുത്തത്. പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ വിജയിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന്. ഹിജ്റ പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് പ്രവാചകനെ പിൻപറ്റി അങ്ങനെ സകലമാന സമ്മാനങ്ങളും വാരിക്കൂട്ടുന്നതിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട സുറാഖയുടെ ഒട്ടകത്തിന്റെ കാൽ പ്രവാചകനെ കാണുന്ന സന്ദർഭങ്ങളിൽ മണിൽ ആണ്ടിറങ്ങിയപ്പോ, അങ്ങനെ സുറാഖ അവസാനം വിശ്വാസിയായപ്പോ, ഇത് സാധാരണ മനുഷ്യനല്ല, ഇതൊരു അത്ഭുതം തന്നെയാണ്, ഇതൊരു പ്രവാചകൻ തന്നെയാണ്, അള്ളാഹുവിന് സഹായമുണ്ട് എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ സുറാഖയോട് അള്ളാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തത് എന്തായിരുന്നു? ഒരു സാമ്രാജ്യമായിരുന്നു വാഗ്ദാനം ചെയ്തത്, പേർഷ്യയായിരുന്നു വാഗ്ദാനം ചെയ്തത്, പേർഷ്യയിലെ ഭരണാധികാരിയുടെ കൈവളകളായിരുന്നു വാഗ്ദാനം ചെയ്തത്. അതേപോലെ തന്നെ റോമിനെ കുറിച്ചായിരുന്നു. റോമും പേർഷ്യയും ഒരു കാലത്ത് ഇസ്ലാമിന് കീഴിൽ വരുന്നതിനെ കുറിച്ച് പ്രതീക്ഷകൾ ഇട്ടുകൊടുത്തുകൊണ്ട് ആ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ രക്തം നൽകി ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും ഇതാ മുന്നോട്ട് കൊണ്ടുപോയി അതൊരു യാഥാർത്ഥ്യമാക്കി. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അതൊരു യാഥാർത്ഥ്യമാക്കി. ഇസ്ലാം ലോകത്ത് തന്നെ ഒരു വലിയ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുന്ന ഒരു സംഭവമാണ് പിന്നീട് നമ്മൾ കാണേണ്ടി വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സൂചിപ്പിക്കുന്നത് നിരാശയോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഇട്ടുകൊടുക്കുന്നതിന് പകരം പ്രതീക്ഷയിലൂടെ ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരാശപ്പെടുന്നവനല്ല, അവൻ ദുഃഖിക്കുന്നവനല്ല. അവന്റെ ദുഃഖവും അവന്റെ വിഷമങ്ങളും അവന്റെ ജീവിതത്തിന്റെ ന്യൂനതകളെ കുറിച്ച് ഓർത്തുകൊണ്ട്, ആഖിറത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമായിരിക്കും. ആ സന്ദർഭത്തിൽ പോലും വലിയ പ്രതീക്ഷയോടുകൂടി അള്ളാഹു പക്ഷാതാപം സ്വീകരിക്കുന്ന അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് പക്ഷാതപിക്കുകയും എന്നിട്ട് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുകയും, അള്ളാഹു എന്നോടൊപ്പമുണ്ട്, അള്ളാഹു എനിക്ക് കാരുണ്യം ചൊരിയും, അള്ളാഹു എന്നെ സഹായിക്കും, നമ്മൾക്ക് ഒരിക്കലും തന്നെ ദുനിയാവിൽ വിലയിരുത്താൻ സാധിക്കാത്ത വഴികളിലൂടെ മാർഗങ്ങളിലൂടെ അള്ളാഹു എന്നെ സംരക്ഷിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി കൂടുതൽ കർമ്മനിരതരായി മുന്നോട്ട് പോവുക, അതായിരിക്കും വിശ്വാസികളുടെ പ്രത്യേകത. അങ്ങനെ കർമ്മനിരതരാകുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, അള്ളാഹുവിൽ എല്ലാം ബരമേൽപ്പിക്കാൻ മാത്രം ദൃഢവിശ്വാസമുള്ള യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.